കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വളരെ ബാലിശമാണ്. 20 മണ്ഡലങ്ങളിൽ NDA മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചു വെക്കാനാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പുതിയ ആരോപണങ്ങളുമായിട്ട് വരുന്നത്. പരാജയ ഭീതി കൊണ്ടാണ്. വാസ്തവത്തിൽ കോൺഗ്രസും CPM തമ്മിലാണ് ഇവിടെ കൂട്ടുകെട്ട്. അതാർക്കും അറിയാവുന്നതാണ്. ബംഗാളിൽ കണ്ടതാണ്. അവർ വിശാല പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമാണ്. ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ, ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ, ആ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പക്ഷത്താണ്. അതുകൊണ്ട് കേരളത്തിലും അവരൊരു പക്ഷത്താണ്. ഇപ്പോൾ ഇരുട്ടത്ത് നടത്തുന്ന ഈ അവിശുദ്ധ ബന്ധം ഇപ്പോൾ നാളെ അത് മറനീക്കി വെളിച്ചത്ത് വരും. പകൽ വെളിച്ചം പോലെ പകൽ വെളിച്ചത്തിലും അത് കാണാൻ കഴിയും. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവന തീർച്ചയായും അത് അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ്. തീർച്ചയായും NDA മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്. ഇനി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് NDAക്കെതിരെ വന്നു കഴിഞ്ഞാൽ പോലും അതിനെപ്പോലും അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് അതെ അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മറനീക്കി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ കഥകൾ അവർ ഓരോ ദിവസവും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കിന്നറിയാം ആരാണ് അവരോടൊപ്പം ഉള്ളതെന്ന്. ദേശീയ രാഷ്ട്രീയത്തിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിന്ന് ഒറ്റക്കെട്ടാണ്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാട്ടം നടത്തുന്നത്. ഇപ്പോൾ അത് മറനീക്കി പെട്ടെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് വേറെ ചില ആരോപണങ്ങൾ NDAയുടെ തലയ്ക്ക് കെട്ടിവെക്കുകയാണ്. അതുകൊണ്ട് NDA ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. 20 മണ്ഡലങ്ങളും ജയിക്കാനാണ്. അത് CPMനും കോൺഗ്രസിനും എതിരായിട്ടാണ് ശക്തമായ മത്സരം. കേരളത്തിൽ ത്രികോണ മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സർ, സമാദരണീയനായ രാജേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കൾ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഈ കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവൻ ഉണ്ടായിക്കഴിഞ്ഞു. ഇതൊരു ബലപരീക്ഷണമാണ്. വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു വിധിയെഴുത്താണ്. ഇതിൽ ആര് ജയിക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കാർക്കും ഒരു സംശയം. കാരണം നമ്മുടെ നാട്ടിൽ ജയിച്ച് പോകേണ്ടവർ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. ജനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സംശുദ്ധ രാഷ്ട്രീയവും കളങ്കിത രാഷ്ട്രീയവും തമ്മിലാണ്. നെഗറ്റീവ് പൊളിറ്റിക്സും പോസിറ്റീവ് പൊളിറ്റിക്സും തമ്മിലാണ്. ഭാവാത്മക രാഷ്ട്രീയവും നിഷേധാത്മക രാഷ്ട്രീയവും തമ്മിലാണ്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പറയാനുള്ളത് മോഡിയുടെ കുറ്റങ്ങൾ മാത്രമാണ്, നിഷേധമാണ്. അവർക്കൊന്നും രചനാത്മകമായി സൃഷ്ടിപരമായി ജനങ്ങളോടൊന്നും പറയാനില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എത്രയോ വർഷക്കാരുടെ ഭരിച്ചവരാണ്. അവർക്കിനി എന്താ ജനങ്ങളോട് പറയാനുള്ളത്? ഇവിടുത്തെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഇതൊക്കെ ജനങ്ങൾ ഇതെല്ലാം സഹിച്ചു, ക്ഷമിച്ചു, പൊറുതിമുണ്ട്. വികസനം ഒരടിപ്പാണ്. കേരളത്തിൽ ഒരു തൊഴിൽ കിട്ടാതെ ഇവിടുത്തെ യുവാക്കളൊക്കെ നാട് വിട്ടുപോകുക. ഒരു തൊഴിൽശാല പോലും പുതുതായിട്ടുണ്ടാകുന്നില്ല. വ്യവസായങ്ങളൊക്കെ പൂട്ടുകയാണ്. സർക്കാരിൻ്റെ പോലും സ്ഥാപനങ്ങളൊക്കെ പൂട്ടുകയാണ്. എന്തിനാണ് ഇവിടെ ഒരു ഗതി ഉണ്ടായത്? റബ്ബർ